തങ്ങളോട് അനീതി കാണിച്ച KSCBയിലെ ഉദ്യോഗസ്ഥരോട് നിയമപോരാട്ടത്തിൽ ജയിച്ച സംതൃപ്തിയിലാണ് പത്തനംതിട്ട പന്തളത്ത് ഡെന്റൽ ക്ലിനിക്ക് നടത്തുന്ന ഫൈസലും ഭാര്യ ഷഹനാസും. ഡെന്റൽ ക്ലിനിക്കിലെ വൈദ്യുതി ബിൽ കൃത്യമായി അടയ്ക്കുന്നുണ്ട്. എന്നിട്ടും ഒരു ദിവസം KSCB ജീവനക്കാരെത്തി ഡെന്റൽ ക്ലിനിക്കിന്റെ ഫ്യൂസ് ഊരി. ഈ സമയം 20ഓളം പേർ ചികിത്സയ്ക്കായി ക്ലിനിക്കിൽ ഉണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ താരിഫിൽ നമുക്ക് ബില്ല് തന്നു വരും. അപ്പോൾ ബില്ലിനകത്ത് തെറ്റിച്ചാണ് ബില്ല് തന്നത്. ഞാൻ ബില്ല് തെറ്റാണെന്ന് പരാതി കൊടുത്തപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവർ പറഞ്ഞു ഓൾറെഡി ബില്ല് വന്നു, നിങ്ങൾ പേ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ വീണ്ടും മിനിസ്റ്ററിനെ അപ്രോച്ച് ചെയ്തു. മിനിസ്റ്ററിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവരത് പരിശോധിച്ചിട്ട് മാറ്റിത്തരാം എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. ആ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇവർ ഒരു 4-5 പേര് വന്ന് ഒരു ദിവസം ഇതങ്ങ് കട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ പേഷ്യൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് കട്ട് ചെയ്തു. ഞാൻ അപ്പോൾ ആളുകളോടൊപ്പം ഞാൻ തടസ്സപ്പെട്ടു. അന്നൊരു 23ഓളം പേഷ്യൻസ് ഇവിടെ ഉണ്ട്. അവരെല്ലാം നമ്മളപ്പോൾ അന്ന് ട്രീറ്റ്മെൻറ്റ് മാറ്റിവെച്ചു. ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ചല്ല ക്ലിനിക്കിലെ വൈദ്യുതി വിച്ഛേദിച്ചത്. ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 56 പ്രകാരം കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് 15 ദിവസത്തെ നോട്ടീസ് നൽകണമെന്നാണ്. ഫൈസലിന് 15 ദിവസത്തെ നോട്ടീസ് നൽകിയിരുന്നില്ല. കണക്ഷൻ വിച്ഛേദിച്ചത് മാത്രമല്ല, മറ്റ് തിക്താനുഭവങ്ങളും ഫൈസലിന് KSCBയിൽ നിന്നുണ്ടായി. കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കുള്ള LT7A താരിഫിലാണ് ഫൈസൽ ഡെന്റൽ ക്ലിനിക്കിന്റെ ബിൽ 2 വർഷത്തോളം അടച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഡെന്റൽ ക്ലിനിക്കിന് ആശുപത്രിക്കും മറ്റും അടയ്ക്കേണ്ട LT6G താരിഫിൽ വൈദ്യുതി ചാർജ് അടച്ചാൽ മതിയായിരുന്നു. ഫൈസലിന് ഇക്കാര്യം അറിയില്ലായിരുന്നു. ഡെന്റൽ ക്ലിനിക്കാണെന്ന് അറിഞ്ഞിട്ടും KSCB 2 വർഷത്തോളം ഫൈസലിന് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കുള്ള LT7A താരിഫിൽ വൈദ്യുതി ബിൽ നൽകിക്കൊണ്ടേയിരുന്നു. 2 വർഷം നമ്മൾ താരിഫ് അനധികൃതമായിട്ട് യൂസ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ശരിക്കും റൂൾ പ്രകാരം ഹയർ റേറ്റിൽ താരിഫിൽ പേ ചെയ്താൽ നമ്മൾക്ക് ഫൈൻ ഒന്നും തരാൻ പാടില്ല എന്നാണ്. പക്ഷേ അവർ സ്റ്റിൽ നമുക്ക് ഫൈൻ തന്നു. നമുക്ക് നമ്മളുടെ ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ അവർ മിസ്യൂസ് ചെയ്യണം. അവരുടെ ഒരു അധികാരം അവർ ദുർവിനിയോഗം നടത്തി. പിന്നെ ഇവിടെ കറണ്ട് കട്ട് ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയൊക്കെ അപ്പോൾ നമ്മൾ റെഗുലേറ്ററി ഓഫീസായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അതിൽ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ നമ്മൾ കൊടുത്ത ബില്ലുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് അവരത് 43,000 ആക്കി തന്നു. പിന്നെ ഞാൻ ഫൈൻ. അപ്പം ഞാൻ പിന്നെ ഫോഴ്സ്ഫുള്ളി അവർ കട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് പേ ചെയ്തു. അവർ നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് റൂൾ പ്രകാരം ഉള്ളതാണ്, നിങ്ങളിനി ഏത് കോർട്ടിൽ പോയാലും ഇത് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ ഒരു 80% ഫൈൻ അടയ്ക്കേണ്ടതും വരും, അതെ ബില്ല് പലിശ അടയ്ക്കേണ്ടി വരും. ഇവർ പറയുന്നത് താരിഫ് മാറിക്കിടക്കുന്നത് കൊണ്ട് ഫൈൻ ഇടെന്ന് പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ബില്ല് പേ ചെയ്യിപ്പിക്കുക ചെയ്തത്, ഫൈൻ പേ ചെയ്യിപ്പിക്കുക. കൃത്യമായി ഒരു തവണ പോലും മുടങ്ങാതെ വൈദ്യുതി ബിൽ അടച്ചുകൊണ്ടിരുന്ന ഫൈസലിന് 43,572 രൂപ KSCB പിഴയും നൽകി. പിഴത്തുക അടച്ച ശേഷം പന്തളം KSCB സെക്ഷൻ ഓഫീസിൽ താരിഫിലെ വ്യത്യാസം, പിഴ എന്നിവ സംബന്ധിച്ച് ഫൈസൽ പരാതി നൽകി. പരാതി നൽകിയ ശേഷവും LT7A താരിഫ് പ്രകാരം 6,536 രൂപ ബിൽ ഡെന്റൽ ക്ലിനിക്കിന് വന്നു. ഈ തുക അടയ്ക്കാതെ വന്നപ്പോഴാണ് ഫ്യൂസ് ഊരിയത്. നിവർത്തികെട്ട് ഫൈസൽ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു. തന്റെ പരാതി കമ്മീഷനെ ബോധിപ്പിച്ചു. ഫൈസലിന് അനുകൂലമായി കമ്മീഷൻ വിധി പ്രസ്താവിച്ചു. നോട്ടീസ് നൽകാതെ വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തതിന് 1 ലക്ഷം രൂപ KSCB ഫൈസലിന് നഷ്ടപരിഹാരം നൽകണം. അന്യായമായി ഈടാക്കിയ പിഴത്തുക 43,572 രൂപയും KSCB നൽകണം. കോടതി ചെലവിനത്തിൽ 10,000 രൂപയും നൽകണം. 1.4 ലാക്ക് നമുക്ക് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. ഒരു 45 ഡേയ്സിനുള്ളിൽ അത് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നാണ്, സർക്കാരല്ല, ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നുള്ളതാണ് കോടതി വിധി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഫൈസലിന്റെ നഷ്ടത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്നും ആകെ 1,54,000 രൂപ ഈടാക്കണമെന്നാണ് വൈദ്യുതി ഭവൻ സെക്രട്ടറിക്ക് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.